എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശീമക്കൊന്നയില ഉപയോഗിച്ച് നമുക്ക് ജൈവ സ്ലറി തയ്യാറാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബക്കറ്റിലോട്ട് കുറച്ച് ചാണകം എടുത്തിട്ടുണ്ട്. അഥവാ പച്ച ചാണകം കിട്ടിയില്ലെങ്കിൽ ചാണകപ്പൊടി ചേർത്താലും മതി. ഒരു പിടി കടലപ്പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. ഒരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നിരപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ക്ലോക്ക് വൈസ് വേണം ഇളക്കാനായിട്ട്. ഇളക്കി നമുക്ക് തണലുള്ളൊരു സ്ഥലത്തോട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഈ സ്ലറി 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. 1 കപ്പ് ജൈവ സ്ലറിക്ക് 10 കപ്പ് വെള്ളം കൂടെ ചേർത്ത് വേണം ഉപയോഗിക്കാനായിട്ട്. ആ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ ഒരിക്കലും കുറഞ്ഞു പോകില്ല. ഈ നമ്മൾ ശീമക്കൊന്നയിൽ ഡയറക്റ്റ് ചേർക്കുന്നതിന് പകരം സ്ലറി ഉണ്ടാക്കി ചേർക്കുകയാണെങ്കിൽ 10 ഇരട്ടി ഗുണമാണ്, 10 ഇരട്ടി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ശീമക്കൊന്നയില ചെടികൾക്കൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കരിയില കിട്ടാത്ത സമയത്ത് ശീമക്കൊന്നയുടെ ഇല ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിൻ്റെ അകത്ത് കരിയിലയ്ക്ക് പകരമായിട്ട് ചേർക്കാവുന്നതാണ്. അതോ നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടിയോ ചാണകമോ കടലപ്പിണ്ണാക്കോ ഒന്നുമില്ലെങ്കിൽ പോലും ഒരു ബക്കറ്റിലോട്ട് കുറച്ച് ശീമക്കൊന്നയില എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 3 ദിവസം അടച്ചു വെച്ചിട്ട് 1 കപ്പ് സ്ലറിക്ക് 5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ചെടിക്ക് ഉപയോഗിക്കാം.